ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പുൾമി അപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ബേസായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു അരിപ്പയിലോട്ട് 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, പിന്നെ അതുപോലെ കുറച്ച് ഉപ്പ് ഇതെല്ലാം എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു 2-3 തവണയായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളെടുത്ത് അതിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട എടുക്കുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ബീറ്റർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. മുട്ട ഒന്ന് ബീറ്റായതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോൾഡ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വാം മിൽക്ക്, അതായത് ഇളം ചൂടുള്ള പാല് കുറച്ചായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാനായിട്ട് ഞാനിതാ ഇതുപോലുള്ളൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വലിയ സോസ് പാനാണ് എടുത്തിട്ടുള്ളത്, കാരണം നമുക്ക് വലിയ തിക്നെസ്സിലുള്ള കേക്കൊന്നും വേണ്ട, ചെറിയൊരു തിക്നെസ്സിലുള്ള കേക്ക് മതി. അതുകൊണ്ടാണ് ഞാൻ വലിയ സോസ് പാൻ എടുത്തത്. എന്നിട്ട് സൈഡ് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള കാരമൽ ടോഫി സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 5 to 6 മിനിറ്റ് ആകുമ്പോഴേക്ക് പഞ്ചസാര മെൽട്ടായി തുടങ്ങും. പഞ്ചസാര കംപ്ലീറ്റ് മെൽട്ടായതിനു ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ഈ കാരമൽ മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലെയിം ലോ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു കയ്പ്പ് രസം വരും. അപ്പോൾ നമ്മുടെ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. പിന്നെ നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ഗനാഷെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1:1 റേഷ്യോയിൽ വിപ്പിംഗ് ക്രീമും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് ഈ ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഏകദേശം 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് സ്റ്റിഫ് പീക്ക് കിട്ടുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം 20 to 25 മിനിറ്റ് ആയപ്പോഴേക്ക് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു റൗണ്ട് ഷേപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കേക്ക് പീസ് വെച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു ഗ്ലാസ് പേപ്പർ ഞാൻ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഈ ഒരു സെറ്റപ്പിലോട്ട് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഗനാഷയും അതുപോലെ നമ്മൾ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ ടോഫി സോസും ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ ചോക്ലേറ്റ് ഗനാഷ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പീനട്ട്സും പിന്നെ അതുപോലെ പിസ്തയും ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ പുൾമിയപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും അതിൻ്റെ ഇടയിൽ വരുന്ന ടോപ്പിങ്സും പിന്നെ അതുപോലെ നട്ട്സും എല്ലാം കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മിക്സ് എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും അതുപോലെ സജഷൻസൊക്കെ നമ്മളെ കമൻസിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.